ഗുരുവായൂരപ്പനെ വെല്ലുവിളിച്ച ഒരു ഭക്തന്റെ അനുഭവകഥ. ആ ഭക്തനെ നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം കാണും. 11 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ അമ്പലനടയിൽ നടന്നൊരു സംഭവമാണ്. വർഷങ്ങളായി ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്തി വരുന്ന ആ പയ്യൻ വിദേശവാസത്തിന് പോകുന്നതിന് മുമ്പേ വീട്ടിൽ വെച്ചൊരു അപകടം ഉണ്ടാകും. 2-3 ദിവസം ഹോസ്പിറ്റൽ നിരീക്ഷണത്തിന് ശേഷമാണ് അവനും അവന്റെ കുടുംബം അറിയുന്നത് അവന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു എന്ന്. ഏകദേശം 4 മാസത്തോളം നീണ്ട മരുന്നിലും മന്ത്രത്തിലും ഒന്നും അവന്റെ ശബ്ദത്തെ തിരിച്ചു കൊണ്ടുവരാനായില്ല. പിന്നെ അവന്റെ മനസ്സിൽ ഗുരുവായൂരപ്പനോടുള്ള ദേഷ്യവും ആത്മഹത്യകളെ പറ്റിയുള്ള ചിന്തയും മാത്രമായിരുന്നു. തന്റെ കുടുംബത്തോടൊപ്പം ഗുരുവായൂർ പോവുകയും ദർശനം നടത്തുകയും ചെയ്തു. ചിരിച്ചുകൊണ്ട് പ്രദക്ഷിണം തീർത്ത അവൻ ആഭരണങ്ങളെല്ലാം ജ്യേഷ്ഠന്റെ കയ്യിൽ ഊരി കൊടുത്തിട്ട് നേരെ പോയത് ആഴമേറിയ അമ്പലക്കുളത്തിലേക്കായിരുന്നു. അവന്റെ മാനസികാവസ്ഥ കണ്ട് മനസ്സിലാക്കിയ ഒരു വൃത്തൻ കുളക്കടവിൽ നിന്ന് അവനെ നേരെ കൂട്ടിക്കൊണ്ടുപോയത് ശയനപ്രദക്ഷിണം ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. കുടുംബക്കാരിൽ നിന്ന് അവന്റെ അവസ്ഥ മനസ്സിലാക്കിയ വൃത്തൻ ശയനപ്രദക്ഷിണം തീർന്നവരെ അവനോടൊപ്പം ചെയ്തു. അവന്റെ ഇരു കൈകളും ചേർത്ത് പിടിച്ചിട്ട് ആ വൃത്തൻ പറഞ്ഞ എന്താണെന്നറിയോ? ഭഗവാനെ ഉറച്ചു വിളിക്കുക, ഭഗവാൻ കേൾക്കും. ദീപാരാധന കഴിഞ്ഞ് നട തുറന്നപ്പോൾ മണിയൊച്ചകളുടെ കൂടെ ഒരു വിളി കൂടി വന്നു, അമ്മേ എന്നൊരു വിളി. അതായിരുന്നു അവന് ശബ്ദം തിരിച്ചു കിട്ടിയ നിമിഷം. അതിനുശേഷം മണിക്കൂറുകളോളം ആ വൃത്തനെ അന്വേഷിച്ച് ഒരുപാട് നടന്നു. അങ്ങനെ ഒരാളെ കണ്ടെത്താനേ കഴിഞ്ഞില്ല. വിശ്വാസികൾക്ക് ഇതൊരു വിശ്വാസവും മറ്റുള്ളവർക്ക് ഇതൊരു കെട്ടുകഥയുമായിരിക്കും. എന്റെ കമന്റ് ബോക്സിലും ഇൻബോക്സിലും ഒക്കെ വരുന്ന മെസ്സേജുകളിൽ പറയുന്ന ഒരു പ്രധാന കാര്യം, നല്ല അവതരണം, നല്ല ടോപ്പിക്ക്, നല്ല ശബ്ദം എങ്ങനെ നന്നാവാതിരിക്കും? അമ്പലക്കുളത്തിൽ ചാടാൻ നിന്ന് എന്നെ പിടിച്ചു കയറ്റി ശബ്ദം തന്നത് എന്റെ ഗുരുവായൂരപ്പനല്ലേ? നാരായണനാമം ജപിക്കുന്ന ഓരോ ഭക്തന്റെയും മനസ്സിൽ ഗുരുവായൂരപ്പൻ ഒരു വിശ്വാസമാണ്, ഒരു പ്രതീക്ഷയാണ്, ഒരു അത്ഭുതമാണ്.